യൂറോപ്യൻ ഫുട്ബോളിൽ ഓരോ ദിനങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ പരിക്ക് എന്ന ശാപത്തെ പല ടീമുകളും ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. പല പ്രധാന താരങ്ങളുടെ അസാന്നിധ്യത്തിൽ വിജയിക്കാൻ പാടുപെടുന്ന അല്ലെങ്കിൽ അവർക്കൊരു റീപ്ലേസ്മെന്റ് നടത്താൻ സാധിക്കാതെ മാനേജർമാരും വലഞ്ഞിരിക്കുകയാണ്. പ്രീമിയർ ലീഗ് ശക്തർ മാൻസിറ്റിയുടെ മിഡ്ഫീൽഡ് മാസ്ട്രോ റോഡ്രിയുടെ അഭാവം ഇന്നേ വരെ പെപ്പിന് നികത്താൻ സാധിച്ചിട്ടില്ല. ഒപ്പം ഡിബ്രോയിനയുടെ പുറത്തുപോകും കൂടായതിൽ പിന്നെ സിറ്റിയുടെ അവസാന 4 മത്സരങ്ങളിലും പരാജയമായിരുന്നു ഫലം. UCL-ലും പ്രീമിയർ ലീഗിലും അവരുടെ ഭാവി സുരക്ഷിതമാക്കണമെങ്കിൽ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ തങ്ങൾക്ക് അനുയോജ്യരായ താരങ്ങളെ ടീമിലെത്തിച്ചേ മതിയാകൂ. മാഞ്ചസ്റ്റർ സിറ്റിയുടെ അതേ അവസ്ഥയിലൂടെ ഒരുപക്ഷെ സിറ്റിയേക്കാളും താരങ്ങളെ പരിക്കിനാൽ നഷ്ടപ്പെട്ടവരാണ് റിയൽ മാഡ്രിഡ്. വിയാറയലിനെതിരെയുള്ള ലാലിഗ മത്സരത്തിൽ ക്യാപ്റ്റൻ കർവാളിന് മുട്ടിനേറ്റ ഗുരുതര പരിക്കാണ് റയലിന് ഏറ്റവും വലിയ നഷ്ടം. ഡിഫൻസിലും അറ്റാക്കിങ്ങിലും ഒരുപോലെ കോൺട്രിബ്യൂട്ട് നൽകാൻ സാധിക്കുന്ന പല നിർണായക മത്സരങ്ങളിലും ഇമ്പാക്റ്റ് ചെലുത്തുന്ന താരത്തിൻ്റെ വിടവ് റയൽ എങ്ങനെ നികത്തുമെന്നാണ് കാണേണ്ടത്. സീസൺ നഷ്ടമാകുന്ന ആ 32-കാരൻ്റെ സ്ഥാനത്ത് കളിച്ചിരുന്ന ലൂക്കാസ് വാസ്കിസിനും കൂടി പരിക്ക് പറ്റിയതോടെ മാഡ്രിഡിൻ്റെ വലതുഭാഗത്തേക്ക് ആരെയായിരിക്കും ആൻസലോട്ടി ഇനി പരീക്ഷിക്കുക? കൂടാതെ അലാബയും ചൗമേനിയും പരിക്കിന്റെ പിടിയിലാണെങ്കിലും മാഡ്രിഡിന്റെ കാവൽ മാലാക കോർട്ടുവ തിരിച്ചുവരവിന്റെ പാതയിലാണ്. കോർട്ടുവയും കർവഹാളും അലാബയും ചൗമേനിയും അടങ്ങുന്ന 4 പേരെ മാത്രമായിരുന്നു പരിക്കിനാൽ റയലിന് നഷ്ടപ്പെട്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞുപോയ ഒസാസുനക്കെതിരെയുള്ള ലാലിഗ മത്സരത്തിൽ മാത്രം 3 താരങ്ങളെയാണ് മാഡ്രിഡിന് പരിക്കിനാൽ പിൻവലിക്കേണ്ടി വന്നത്. മത്സരത്തിന്റെ 20-ാം മിനിറ്റിൽ റയലിന്റെ സൂപ്പർ താരം റോഡ്രിഗോയും 30-ൽ എഡർ മിലിറ്റാവോയും 46-ൽ ലൂക്കാസ് വാസ്കിസും അങ്ങനെ പ്രധാനപ്പെട്ട റയലിന്റെ 3 താരങ്ങളെയാണ് അവർക്ക് നഷ്ടമായത്. ഡോട്ട്മുണ്ടിനെതിരെയുള്ള ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ ഇഞ്ചുറി പറ്റി കയറിയ റോഡ്രിഗോക്ക് ആദ്യ ലെവലിലേക്ക് എത്തിയ ആദ്യ മത്സരത്തിൽ തന്നെ വീണ്ടും പരിക്കു പറ്റിയിരിക്കുകയാണ്. കഴിഞ്ഞ സീസണിൽ ടീം വിട്ട നാച്ചോ ഫെർണാണ്ടസിന്റെ റീപ്ലേസ്മെന്റിനെ കണ്ടെത്താൻ ഇന്നേ വരെ റയലിന് സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഇതാ എഡർ മിലിറ്റാവോക്ക് കൂടി പരിക്കു പറ്റിയതോടെ വരും മത്സരങ്ങളിൽ ആരെയായിരിക്കും ആൻസലോട്ടി സെന്റർ ബാക്ക് പൊസിഷൻ ദൗത്യം നൽകുക എന്ന് കാണേണ്ടതാണ്. ഒപ്പം റൈറ്റ് ബാക്ക് പൊസിഷനും കൂടി അനുയോജ്യനായ ഒരു താരത്തെ കണ്ടെത്തേണ്ടതുണ്ട്. ഒരുപക്ഷെ വരാനിരിക്കുന്ന ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഡിഫൻസിനെ കൂടുതൽ ശക്തിപ്പെടുത്താൻ റയൽ കൂടുതൽ സൈനിങ്ങുകൾ പലതും നടത്താൻ സാധ്യതയുണ്ട്. ടൈറ്റ് ഷെഡ്യൂളുകളും താരങ്ങൾക്ക് വിശ്രമമില്ലാതെയുള്ള മത്സരങ്ങളും ഇടയ്ക്കിടെ വരുന്ന ഇന്റർനാഷണൽ മാച്ചുകളും അങ്ങനെ തിരക്കേറിയ ഫുട്ബോൾ ഷെഡ്യൂളുകളും തങ്ങളുടെ ഫിസിക്ക് പരിഗണിച്ച് അതെല്ലാം മാറ്റം വരുത്തുമെന്നും പ്രതീക്ഷിക്കാം. റയൽ മാത്രമല്ല, ലോക ഫുട്ബോളിലെ പല വൻകിട ക്ലബ്ബുകളും പരിക്കിൻ്റെ പിടിയിലാണ്. എന്നാൽ അതെല്ലാം നികത്തുന്നിടത്താണ് ആ ടീമിൻ്റെ വിജയം.